നമുക്കൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയ ഫർദ് നിസ്കാരങ്ങൾ അതൊക്കെ നിർവഹിച്ചുകൂടെ? മകൻ അറക്കാനൊന്നുമില്ലല്ലോ. മകൻ അറക്കാൻ പറഞ്ഞപ്പോഴേക്ക് ഇബ്രാഹിം നബി മകനെ അറക്കാൻ തയ്യാറായില്ലേ? അടുത്ത ദിവസം യൗമു അറഫ 7-നും സ്വപ്നം കണ്ടു, 8-നും സ്വപ്നം കണ്ടു. അപ്പോഴൊക്കെ സ്വപ്നം അള്ളാഹുവിൻ്റെ ആണ് സംശയിച്ചെങ്കിലും 9-ന്റെ അന്ന്, യൗമു അറഫയുടെ അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അറിഞ്ഞു അള്ളാഹുവിൻ്റെ സ്വപ്നമാണെന്ന്. എന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഏകദേശം ഒരു മകൻ അറക്കാൻ അള്ള പറഞ്ഞ സ്ഥിതിക്ക് ഒരാഴ്ചയും കൂടി എൻ്റെ മോനെ കാണാൻ സമയം കിട്ടുകയാണെങ്കിലോ? ഇല്ല. യൗമു അറഫ കഴിഞ്ഞ അടുത്ത ദിവസം യൗമു നഹർ, ദുൽഹജ്ജ് 10-ന് വളരെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാവുകയാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. വല്ലാത്തൊരു മകൻ അല്ലേ? ഇഫ്അൽ മാ തുഅ്മർ. വാപ്പേ, അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ അത് സ്വീകരിച്ചോ, അത് ചെയ്തോ, ഞാൻ ക്ഷമിച്ചുകൊള്ളാമെന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൻ. ഇതെല്ലാം ഈ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ വേണ്ടി എന്തു സമർപ്പിക്കാൻ നമുക്ക് തയ്യാറാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.